വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ് എങ്ങനെയാണ് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസും മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ് കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഒരു സിമ്പിൾ ഫ്രീക്വൻസി സീരീസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആദ്യം ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് ഇന്റർവെല്ലത്തെ എല്ലാ അപ്പർ ലിമിറ്റിന്റെ ലെസ് ദാൻ എന്നുള്ള വാല്യൂ എഴുതാം. ലെസ് ദാൻ 10ന് ലെസ് ദാൻ, 15ന് ലെസ് ദാൻ, 20ക്ക് ലെസ് ദാൻ. അപ്പോൾ ലെസ് ദാൻ 10, ലെസ് ദാൻ 15, ലെസ് ദാൻ 20, ലെസ് ദാൻ 25, ലെസ് ദാൻ 30. അത് ആദ്യം അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ലെസ് ദാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിമിറ്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ ലെസ് ദാൻ എന്നുള്ള വാല്യൂ ഇങ്ങനെ എഴുതി കൊടുക്കുക. അങ്ങനെ ഓരോ വാല്യൂസ് എന്ന് എഴുതുക. കണ്ടോ, ഞാനിവിടെ എല്ലാ വാല്യൂസും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ലെസ് ദാൻ എന്നുള്ളതെല്ലാം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലേ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10ന് ലെസ് ദാൻ ആയിട്ടുള്ള ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ഏതൊക്കെയാണ്? 10ന് താഴെ എന്ന് പറയുമ്പോൾ 3 മാത്രമേ ഉള്ളൂ. 5 ആൻഡ് 10ന്റെ ഇടയിൽ വരുന്നത് ഏതാ? 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ഇന്റർവെൽ അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. അടുത്തത് ലെസ് ദാൻ 15. അപ്പോൾ 15ന് താഴെ വരുന്നത് അപ്പോൾ 8ഉം 3യും വരും. അപ്പോൾ 8 + 3 എടുക്കാം. അപ്പോൾ എത്ര കിട്ടി? അപ്പോൾ നമുക്ക് 8 + 3 എന്ന് പറയുമ്പോൾ 11 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ 20ക്ക് താഴെ എന്ന് പറയുമ്പോൾ 9 + 8 + 3 വരും. അതായത് 20 നമുക്ക് വരും അല്ലേ? നെക്സ്റ്റ് ലെസ് ദാൻ 25 എന്ന് പറയുമ്പോൾ +4ഉം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 24 ആയി. ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഒരു 4ഉം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് 3 + 8 + 9 + 4 + 4 അതായത് 28. അപ്പോൾ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിലത്തെ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ 5 ലോവർ ലിമിറ്റ് ആണ് എടുക്കുക. 5 മോർ ദാൻ 5, മോർ ദാൻ 10, മോർ ദാൻ 15, മോർ ദാൻ 20, മോർ ദാൻ 25. ഇത് എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളിവിടെ എഴുതി കൊടുക്കണം മോർ ദാൻ 5. ഫസ്റ്റ് ക്ലാസ് ഇന്റർവെല്ലിന് നേരെ മോർ ദാൻ 5 എന്ന് കൊടുക്കുക. ദെൻ മോർ ദാൻ 10 ലോവർ ലിമിറ്റുകൾ എടുക്കുക. എല്ലാ ക്ലാസ് ഇന്റർവെല്ലിന്റെയും ലോവർ ലിമിറ്റ് എടുക്കാം. മോർ ദാൻ 20, മോർ ദാൻ 25. ഇനി ഇതിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് കാണാം. അപ്പൊ മോർ ദാൻ 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? മോർ ദാൻ 5 എന്ന് പറയുമ്പോൾ ഇതിലത്തെ എല്ലാ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യണം. അതാണ് 28 എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട് 28. അപ്പൊ ആ 28 ആണ് മോർ ദാൻ 5ൽ വരിക. ഇനി നെക്സ്റ്റ് മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ 10ന് മുകളിലേക്കാണ് വരേണ്ടത്. അപ്പൊ 28ന് നമ്മൾ ഈ 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10ന് മുകളിലുള്ളത് മുഴുവൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, 3 മൈനസ് ചെയ്താൽ 10ന് മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസീസും കൂടി ആഡ് ചെയ്യുക. അതായത് 28 - 3 ആണ് ഇവിടെ അടുത്തത് വരിക. അതായത് 25. നെക്സ്റ്റ് വാല്യൂ വരുമ്പോൾ മോർ ദാൻ 15. അതായത് 25 - 8 വരും. അതായത് 17. നെക്സ്റ്റ് മോർ ദാൻ 20 എന്ന് പറയുമ്പോൾ 17ന്റെ കൂടെ നമ്മൾ മൈനസ് ചെയ്യാൻ 9 മൈനസ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. നെക്സ്റ്റ് മോർ ദാൻ 25 എടുക്കുമ്പോൾ 8ന് -4 എടുത്തു കഴിഞ്ഞാൽ 4 നമുക്ക് കിട്ടും. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ കൺവേർഷൻ ഓഫ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻടു സിമ്പിൾ ഫ്രീക്വൻസി സീരീസ് എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാം. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.